ആ ഭാഗമൊക്കെ പെട്രോളും ജില്ലയൊക്കെ കട്ടയായിട്ടിരിക്കുകയാണ്. അതായത് ഇത് കാലാവധി കഴിഞ്ഞതുപോലെയൊക്കെ നാളുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കാതിരുന്ന ഒരു വണ്ടിയാണെന്ന് പുള്ളി കണ്ടപ്പോഴേ അത് പറഞ്ഞായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് നോക്ക്, ഞാനിത് തൊടുപുഴയിൽ നിന്ന് വരുന്ന ആളാണ്, ആ വണ്ടി അവിടെ കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിത് നോക്ക്, എന്തായാലും പ്രശ്നം നോക്ക്, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഞാനത് തൊടുപുഴ കൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് ആദ്യത്തെ പണി ഒന്ന്, അതിൻ്റെ അകത്ത് പെട്രോൾ ഇല്ലായിരുന്നു. അപ്പോൾ അർജൻറ്റായിട്ട് പെട്രോൾ അടിക്കണമായിരുന്നു. ഈ തിരുവല്ല കഴിഞ്ഞിട്ട് കറക്റ്റ് സ്പോട്ട് ഞാൻ ഓർക്കുന്നില്ല, ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അകലെയാണ് ഈ വണ്ടി എടുത്ത് ഒരു കവറൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. നോക്കി കഴിയുമ്പോഴത്തേക്ക് നിറച്ച് പൂച്ചക്കാഷ്ടോ, പൂച്ചയൊക്കെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഓടിപ്പോവുക, പൂച്ചയും എലിയൊക്കെ ഒരുമിച്ച് കൂട്ടുകൂടി. ഈ ആദ്യത്തെ ഓട്ടോ ചോക്കിങ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ ഓട്ടോ ചോക്കിങ്. ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഓട്ടോറോളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബൈക്ക് വാങ്ങി, ഹോണ്ട യൂണിക്കോൺ 150. അപ്പോൾ ഇതാണ് ആ മുതൽ. പഴയ വണ്ടിയാണ്, യൂസ്ഡ് വണ്ടിയാണ്, 2019 മോഡൽ. അപ്പോൾ എടുത്തത് ശരിക്കും ഈ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റാണ്. തമ്പനയിൽ നമ്മൾ 2024 തീരുമാനമല്ലോ, അതുകൊണ്ട് നമ്മൾ 2025 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിയ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ ഇപ്പം ഈ വണ്ടി കിട്ടിയിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായി. ഏതാണ്ട് ഒരു 1000 കിലോമീറ്റർ മുകളിൽ ഞാനിപ്പോൾ ഓൾറെഡി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് കൊച്ചു ചെറിയ പണികളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. യൂസ്ഡ് വണ്ടിയില്ല, അപ്പോൾ തീർച്ചയായിട്ടും അതിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതെങ്ങനെ എടുത്തു, ഈ വണ്ടി ഞാൻ എടുക്കാനുള്ള കാരണം എന്താണ്, ഇപ്പം എൻ്റെ അവസ്ഥയാണ്, ഞാൻ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു, ഈ വണ്ടി ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓട്ടോറോള ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് 2019 മോഡലാണ്. ഹോണ്ട യൂണിക്കോൺ 150 ആണ്, 160 അല്ല 150 ആണ്, BS4 ആണ്. അപ്പോൾ ഇന്നിറങ്ങുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡലാണെങ്കിലും കാഴ്ചയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ BS6 വണ്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു അഡീഷണൽ ആയിട്ട് ഒരു പീസും കൂടെ നമുക്കവിടെ കാണാൻ സാധിക്കും. 160ലേക്ക് 150 എന്നുള്ളത് 165ലേക്ക് വന്നിട്ടുണ്ട്. എഞ്ചിൻ CC കുറച്ചുകൂടെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മീറ്റർ ഇപ്പോൾ ഡിജിറ്റലായിട്ടുണ്ട്. അതൊക്കെയാണ് പുതിയ വണ്ടിയുടെയൊക്കെ കുറച്ച് പ്രത്യേകത. അപ്പോൾ ഈ വണ്ടി ഞാനെടുത്തപ്പോൾ ഇതിന് ABS കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2019 മുതലാണ് ABS സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. സിംഗിൾ ചാനൽ ABS ആണ്. ഹോണ്ട യൂണിക്കോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ അതിൻ്റെ സസ്പെൻഷനാണ്. മോണോഷോക്ക് സസ്പെൻഷനാണ്. അപ്പോൾ സോഫ്റ്റാണ്, നല്ല യാത്രാസുഖമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ ആകെ അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹെൽമെറ്റ് ലോക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. പിടിപ്പിച്ച് ഈ സൈഡിലാണ്, ഇതിൻ്റെ ഹാൻഡ് റെയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിരുന്നു. ഇപ്പോൾ 2018 മോഡൽ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ വണ്ടി എടുക്കുന്നതിന് ഒരു 2 മാസം മുന്നേ എടുത്തിരുന്നു. ഇത് നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ഇതെല്ലാം ട്യൂബ്ലെസ് ടയർ ആണ് ഈ വണ്ടിക്ക് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ 2018 മോഡൽ ട്യൂബ്ലെസ് ടയർ ആയിരുന്നില്ല. അത് ഈ കഴിഞ്ഞ ദിവസം ടയർ മാറാൻ വേണ്ടി ചെന്നപ്പോഴാണ് മനസ്സിലായത്. അത് ടഫ് അപ്പ് ട്യൂബ് എന്ന് പറഞ്ഞ വേറൊരു സംവിധാനമാണ്. ട്യൂബാണ്, അപ്പോൾ പെട്ടെന്ന് പഞ്ചറാവാത്തൊരു സംവിധാനം തന്നെയാണ്. അപ്പോൾ ഇതിനെന്താണെങ്കിലും ട്യൂബ്ലെസ് ടയർ ആണ് വന്നിരിക്കുക കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പിന്നെ എനിക്കറിയാൻ മേലാതിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഒന്ന്, ഇതിലൊരു പാസ് സ്വിച്ച് ഉണ്ട്. 2, ഇതിൻ്റെ ചോക്ക് ഈ ഭാഗത്തായിട്ടാണ് വരിക. 3, ഇതിൻ്റെ സീറ്റ് അഴിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ഇട്ടിട്ട് ആ ഹുക്ക് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് നമുക്ക് പൊക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊന്നും നമുക്ക് നമ്മുടെ സ്പാനർ സെറ്റോ സംവിധാനമൊന്നും കാണില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സെറ്റ് അവർ വെച്ചാണ് തന്നത്. പിന്നെ നമ്മുടെ ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സൈഡിലത്തെ ഹുക്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് ഈ വണ്ടി എടുത്തതെന്ന് പറയാം. അപ്പോൾ ഞാനിത് OLX തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പോൾ OLX സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് പാർട്ടിയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും കിടപ്പുണ്ട്, ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലുമാണ് സെർച്ച് ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് കച്ചവടക്കാരാണ് കേട്ടോ. അപ്പോൾ കച്ചവടക്കാരുടെ ഒരു കുഴപ്പമാണെന്ന് വെച്ചാൽ, ഒന്ന്, തീർച്ചയായിട്ടും ഒരു 10,000 രൂപയെങ്കിലും കൂട്ടിയേ വിൽക്കുള്ളൂ. പിന്നെ ഒരു ജെനുവിൻ ഒരു കച്ചവടക്കാരെയൊക്കെ നമുക്ക് കിട്ടാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് പാർട്ടിയായിട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യാനാണ് എനിക്കൊരു താല്പര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള കേസാണ് ഞാൻ നോക്കിയത്. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഒരു 10-13 വർഷമായിട്ട് ഞാനൊരു സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത്. TVSൻ്റെ വീഗോ എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. അപ്പോൾ അതിന് മുന്നേ 10 വർഷത്തോളം ഞാൻ നമ്മുടെ ബജാജിൻ്റെ കാലിബർ എന്ന് പറഞ്ഞ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ ബൈക്ക് നമ്മൾ ഉപയോഗിച്ചപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും ആ വണ്ടി നമുക്ക് ഓടിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു കുറച്ചുകൂടെ ഞാൻ ചെറുപ്പമായിരുന്നതിൻ്റെ ഒരു ഇതായിരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ വണ്ടി കൊണ്ട് കുറച്ച് ദൂരമെങ്കിലും ഓടിക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഒരിടത്തും അങ്ങനെ നിർത്താറില്ല, നോൺ സ്റ്റോപ്പ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും നമ്മൾ പോവുക. ഞാൻ ത്രൂ ഔട്ട് ഒരു 150 കിലോമീറ്റർ അടുത്ത് ഞാൻ ത്രൂ ഔട്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലിബറിനെ പറ്റിയായിട്ട് പറയാം, നമ്മുടെ സീറ്റ് ഭയങ്കരമായിട്ട് ഈ ടാങ്കിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഭയങ്കര സ്ലോപ്പായിട്ടായിട്ടിരിക്കുക. അപ്പോൾ സീറ്റിന് വലിയ നീളവും കാണും. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കുറച്ച് ദൂരം ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കറക്റ്റ് പൊസിഷനിലേക്ക് ആയിരിക്കും ഇരിക്കുക.
പക്ഷേ നമ്മൾ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നിരങ്ങി ഈ പെട്രോൾ ടാങ്കിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്പേസ് മതി. പക്ഷേ അന്നേരം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ 2 കാലിൻ്റെയും കൂടെ ഉൾഭാഗത്തിന് നമ്മുടെ നട്ടലൊക്കെ ചേർന്ന് വരുന്ന ഭാഗത്ത് അവിടെ ഭയങ്കര വേദനയായിരിക്കും കുറച്ച് നേരം ഓടിച്ചു കഴിയുമ്പോൾ. അത് അതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമാണ്. എങ്കിലും നമുക്ക് എല്ലാ ദിവസവും വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾ, അതായത് 10 വർഷം ഞാൻ ഓടിച്ചു, ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ആ വണ്ടി ഓടിച്ചു. അപ്പോൾ ആ വണ്ടിക്ക് അവസാനം കൊടുക്കാറായി കഴിഞ്ഞപ്പോൾ 2 പണി കിട്ടി. ഒന്ന് അതിൻ്റെ റെക്ടിഫയറോ അതിൻ്റെ CD യൂണിറ്റ് അങ്ങനെ എന്തൊരു സാധനം കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യത്തെ അതിൻ്റെ വാറണ്ടി പീരീഡിൽ മാത്രമാണ് നമ്മുടെ കമ്പനിയിൽ കൊടുത്ത് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ആ കമ്പനി അവിടെ നിന്നുപോയി. പിന്നെ വേറെ ആൾക്കാരാണ് നമ്മുടെ ഷോറൂം ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നുണ്ടോ, സർവീസ് ചെയ്യുന്നില്ല എന്നൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് മെക്കാനിക്കൊക്കെ നന്നായിട്ട് സർവീസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒരു വാർത്തയായിരുന്നു അന്ന് കേട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ച ഒരു ഏറ്റവും വലിയ മണ്ടത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും നമ്മുടെ ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടായേനെ. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് നടന്നു. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ അന്ന് കുറച്ചുകൂടെ ചെറുപ്പമാണ്, വണ്ടി അപകടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ വണ്ടിയുടെ മാക്സിമം സ്പീഡിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഓടിക്കാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 80-90 കിലോമീറ്റർ അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്പീഡിൽ ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ കയറ്റമുള്ള ഒരുപാട് കയറ്റം, അപ്പോൾ അന്നേരം നമ്മൾ ഒരുപാട് ടോർക്ക് ഫസ്റ്റും സെക്കൻഡിലൊക്കെ ആണല്ലോ കൂടുതൽ ഓടിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ആ കണ്ടീഷനിൽ വണ്ടി ഓവർ കറണ്ട് വന്നിട്ടാന്ന് പറഞ്ഞു, വണ്ടി പെട്ടെന്ന് അങ്ങ് നിന്നു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലക്ട്രിക് സംവിധാനം എല്ലാം ഓഫായി പോകും. അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഞ്ചിൻ പണി റൈഡിങ്ങിനിടയ്ക്ക് വണ്ടി ഒരു കുഴപ്പമില്ലാതെ ഓടിച്ച് ചെന്നതാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കിക്കർ വർക്ക് ചെയ്യുന്നില്ല. കിക്കർ ഇങ്ങനെ ചുമ്മാ സ്ലോ ആയിട്ട് പോകാം. ആദ്യം എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ ഈ വണ്ടി തണുത്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം ഓക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് പറഞ്ഞത് അതിൻ്റെ പിസ്റ്റൺ പോയതാണ്. അപ്പോൾ പിസ്റ്റൺ പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ബോർ ചെയ്യുക. അപ്പോൾ പിന്നെ വണ്ടി അതേപോലെ തന്നെ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ബോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുതിയ വണ്ടി പോലെ ഒരു 10,000 കിലോമീറ്റർ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം. സ്പീഡിലൊന്നും ഓടിക്കാൻ പാടില്ല. അത് കഴിയുമ്പോൾ 5000 കിലോമീറ്റർ കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് വണ്ടി സാധാരണ പോലെ ഓടിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് രണ്ടാമത്തെ മിസ്റ്റേക്ക്. ശരിക്കും ഇന്ന് ലൈവായിട്ട് നിൽക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ യൂണിക്കോൺ ഇതുപോലെയുള്ള വണ്ടികളെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ലൈവായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ സ്പെയറൊക്കെ നമ്മുടെ ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. ചിലപ്പം ഒരു മാസമോ ചിലപ്പോൾ മാക്സിമം ഡിലേ ഉണ്ടാവാം. അങ്ങനത്തെ കണ്ടീഷനിൽ നിങ്ങൾ ഒരിക്കലും ഒരു ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പിസ്റ്റൺ ബോർ ചെയ്യാനോ അതുപോലെ ബ്രേക്ക് പാഡ് ഷിം ചെയ്യാനോ ഒന്നും പോകരുത്. നിങ്ങളുടെ വണ്ടി തീർന്നു പോകും. അതെൻ്റെ ഒരു അനുഭവം കൊണ്ടാട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ പിസ്റ്റൺ ബോർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞ ആദ്യത്തെ പെർഫോമൻസ് എനിക്ക് കിട്ടിയില്ല, മൈലേജ് എനിക്ക് കിട്ടിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേ സെയിം കംപ്ലയിൻറ്റ് തന്നെ കാണിച്ചു. 10,000 കിലോമീറ്റർ കഷ്ടി ഓടിച്ചെന്ന് തന്നെ സംശയമുണ്ട്. അതിന് മുന്നേ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം എഞ്ചിൻ കംപ്ലയിൻ്റ് ആയി. അപ്പോൾ ഇതുപോലെ തന്നെ ലോക്കൽ വർക്ക്ഷോപ്പിൽ തന്നെയാണ് അന്ന് എന്തോ ഈ സർവീസ് സെൻ്ററിൽ കൊടുക്കാനുള്ള ഒരു മൂളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയിട്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ കൊടുത്തപ്പോഴും അവർ പറഞ്ഞു ഇങ്ങനെ പിസ്റ്റൺ ബോർ ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് വീണ്ടും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴും വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടിയില്ല. മൈലേജ് ഇല്ല, വണ്ടിക്ക് പെർഫോമൻസ് ഇല്ല. കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു തേർഡ് പാർട്ടി പ്രോഡക്റ്റ്, ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടിയാലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഒരു തേർഡ് പാർട്ടി പ്രോഡക്റ്റോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആൾക്കാരുടെ അടുത്ത് പോവുക. ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ എത്ര വില വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെ വെക്കുക. അപ്പോൾ ചിലപ്പം ഓരോ ഷോറൂമിലെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നം കൊണ്ട് അവരുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ നമുക്ക് വേറെ പണി കിട്ടാൻ കേട്ടോ. എന്താണെന്ന് സ്പെയർ നിങ്ങൾ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുക. അവിടെ നിന്ന് തന്നെ മാക്സിമം ഇത് നന്നാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടിക്ക് ലൈഫ് കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഈ 2 മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റി. അതുകൊണ്ടാണ് ആ വണ്ടി വിറ്റത്. പിന്നെ ഞാൻ തൊടുപുഴയാണ് താമസിക്കുക. അപ്പം എനിക്ക് തൊടുപുഴ എപ്പോഴും ടൗണിൻ്റെ തൊട്ടടുത്താണ്, ജസ്റ്റ് 2 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാ ആവശ്യത്തിനും തൊടുപുഴയ്ക്ക് പോകും, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ ഞാൻ പ്രാക്ടിക്കൽ ഒരു വണ്ടി എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പതുക്കെ സ്കൂട്ടറിലേക്ക് വന്നത്. അപ്പോൾ സ്കൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഒരു കാറിന് കൊണ്ടുപോകുന്ന ലഗേജ് അതേ കൊണ്ടുപോകാം, ടൗണിൽ കൂടെ ഓടിക്കാൻ ഭയങ്കര സുഖമാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും ആ സ്കൂട്ടറിന് ഒരു ലോങ് ട്രിപ്പ് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയത്ത് ഞാൻ ബൈക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിൽ പോലും എല്ലാ ദിവസവും ബൈക്ക് ഓടിക്കണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എല്ലാ ദിവസവും വണ്ടി ഓടിക്കാതിരുന്ന എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നു. പക്ഷേ സ്കൂട്ടർ ഉപയോഗിച്ച ഈ 10 വർഷം എനിക്ക് ഒരിക്കൽ പോലും വണ്ടി എനിക്ക് ലോങ് ട്രിപ്പ് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ സ്കൂട്ടർ ഓടിച്ചില്ലെന്നോ അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നീട് വീണ്ടും അടുത്ത 10 വർഷമായി. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പം അന്ന് ബൈക്ക് ഓടിച്ചിരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ചെറുപ്പമായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായേ എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു ആഗ്രഹമാണ്, ഒരു ബൈക്ക് വാങ്ങിക്കുന്നത്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമാണ്. കൂടുതലും ലോങ് ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ സ്കൂട്ടറിന് ഞാനങ്ങ് ഓടിയെത്തുന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ബോഡി വെയിറ്റ് കൂടുതലുള്ള ആൾ ആയതുകൊണ്ടായിരിക്കാം
എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു വിഗോയെ കഴിഞ്ഞ് കുറച്ചുകൂടെ കംഫർട്ടും സുഖമൊക്കെ ആക്റ്റീവൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൈ കൊടുത്താൽ കുറച്ചുകൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ട്. പക്ഷേ വിഗോ അങ്ങനെ അങ്ങ് കയറി പോകുന്നില്ല. പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ ഹിൽ ഏരിയ, നമ്മുടെ ഇവിടെ വണ്ണപ്പുറം അവിടെ ഒരു വലിയ മലയുണ്ട്, മുണ്ടമുടി മല, ഭയങ്കര കുത്തനെയുള്ള കയറ്റമൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് വണ്ടിയും കൊണ്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വലിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. പ്രോപ്പറായിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഓടിച്ച് എനിക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തൊടുപുഴയിൽ നിന്ന് പാലാ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 28-29 കിലോമീറ്ററാണ്. അപ്പോൾ അത് ഞാൻ സ്കൂട്ടറിന് ഓടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഹൈ സ്പീഡിലല്ല കേട്ടോ ഓടിക്കുന്നത്, അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളൊരു ആവറേജ് ഒരു സ്പീഡിൽ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ട് ഈ തൊടുപുഴ പാലാ റൂട്ടിൽ എനിക്ക് ഏകദേശം 1.5 മുതൽ 2 മണിക്കൂറൊക്കെ എനിക്ക് പലപ്പോഴും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബൈക്കിനുള്ള പോലെ എനിക്ക് സീറ്റിന് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ലോങ് ട്രിപ്പ് പോയി കഴിയുമ്പോഴും എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ പഴയ കാലിബർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് നമ്മുടെ വിഗോ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ലോങ് ട്രിപ്പ്. പക്ഷേ ഓടിയെത്തത്തില്ല, സമയത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ പണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന കാലിബറാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 110 cc വണ്ടിയായിരുന്നു. ആ വണ്ടി നമ്മൾ ഓടിച്ചപ്പോഴും പലപ്പോഴും നമ്മുടെ ബസ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്യേണ്ട കണ്ടീഷനിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് അത്രയ്ക്ക് ഒരു സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വണ്ടിക്ക് അത്രയും പവറല്ലേ ഉള്ളൂ. പിന്നെ അടുത്തിടയ്ക്ക് നമ്മുടെ 1-2 സുഹൃത്തുക്കളുടെ കൂടെ 100 cc ബൈക്കിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ, 100 cc എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ പ്രോയൊക്കെയാണ്, ഏകദേശം 110 cc കാണും. അപ്പോൾ അതൊരു സഫീഷ്യൻ്റ് പവറായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു എമർജൻസി കണ്ടീഷനിൽ ഒരു ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര പവർ ഉള്ളതായിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് തോന്നിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ വണ്ടി എടുക്കുമ്പോൾ ഒരു അപ്ഗ്രേഡ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 150 cc മുകളിലേക്കുള്ള വണ്ടി എടുക്കാനായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ 150 cc വണ്ടിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ, 1,60,000 രൂപ അത്രയും വില വരും. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടും ഞാനും കൂടെ പോയിട്ട് ഗ്ലാമർ നോക്കിട്ടോ. കാരണം 125 cc ഏകദേശം നല്ല കംഫർട്ട് തരുന്ന ഒരു സസ്പെൻഷനൊക്കെ തരുന്ന അത്യാവശ്യം, കാരണം നമ്മളൊരു ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റിംഗ് ഒക്കെ ഒരു 2 സ്റ്റെപ്പോ അല്ലെങ്കിൽ ബാക്കിൽ ഒരുപാട് പൊങ്ങിയ സീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു ഫ്ലാറ്റ് സീറ്റുള്ള വണ്ടി, അത്യാവശ്യം പവറുള്ള വണ്ടി, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്ലാമർ നോക്കി. അപ്പോൾ ഗ്ലാമർ നോക്കിയെങ്കിലും അപ്പോൾ അതിന് ഈ പറഞ്ഞ പവർ കുഴപ്പമില്ല, അത്യാവശ്യം പവർ ഉണ്ടെന്ന് തോന്നി. നമ്മുടെ 100 cc അപേക്ഷിച്ച് കുറച്ചുകൂടെ പവറുണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 1,25,000 രൂപ അറൗണ്ട് ആ ഒരു റേഞ്ചിലാണ് ആ വണ്ടിയുടെ വില വരുന്നത്. അപ്പോൾ പിന്നെയും കൂടുതൽ താല്പര്യം 150 cc വരുന്ന വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ 150 cc വരുന്ന വണ്ടി നമ്മുടെ എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മൾ നോക്കിയപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഹോണ്ട യൂണിക്കോണാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളും കസിൻസും ഒക്കെ എനിക്ക് സജസ്റ്റ് ചെയ്ത വണ്ടി നമ്മുടെ ബുള്ളറ്റാണ്. അപ്പം ബുള്ളറ്റിൻ്റെ ഒന്നെങ്കിൽ ക്ലാസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽ, ഈ 2 മോഡലാണ്. അപ്പോൾ ഞാൻ ഈ ബുള്ളറ്റ് ഞാൻ ഓടിച്ച് നോക്കി. അപ്പോൾ പുതിയ ബുള്ളറ്റ് നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്, എല്ലാ രീതിയിലും ഭയങ്കര കംഫർട്ടാണ്. പിന്നെ പഴയ ബുള്ളറ്റിന് ഇച്ചിരി ലാഗ് ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ പുതിയ ബുള്ളറ്റ് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കും കേട്ടോ. എന്നാൽ സ്ലോ സ്പീഡിൽ നമുക്ക് ഓടിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ സ്കൂട്ടറിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ബുള്ളറ്റിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു വലിയൊരു വണ്ടി, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന അതിൻ്റെ മുകളിലിരിക്കുന്ന നമ്മളൊരു കുഞ്ഞു മനുഷ്യൻ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് തോന്നിയില്ല, ഭയങ്കര കംഫർട്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതൊരു ഹെവി വണ്ടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി. പിന്നെ ഇതിന് എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഒരു മൈലേജ് അല്പം കുറവായിരിക്കും, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് മാക്സിമം കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപയാണ്. അപ്പോഴീ പറഞ്ഞ ലോൺ എടുക്കണം, പിന്നെ മന്ത്ലി അടവ് അതിങ്ങനെ നീണ്ടു നിൽക്കും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിനും ഉണ്ടാവും. അപ്പോൾ അപ്പോഴും കറങ്ങി തിരിഞ്ഞ് നമ്മൾ യൂണിക്കോണിലേക്കാണ് വരിക. അപ്പോൾ യൂണിക്കോൺ എന്ന് പറയുമ്പോഴത്തേക്കും 10-65 കിലോമീറ്ററൊക്കെ മൈലേജ് ഉണ്ടെന്ന്, പിന്നെ യാത്രാസുഖമുണ്ട്, അത്യാവശ്യം വണ്ടിക്ക് വെയിറ്റും ഉണ്ട്. പിന്നെ വെയിറ്റ് ഒരു വലിയ ഘടകം കേട്ടോ. 100 cc ബൈക്കിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല സ്പീഡൊക്കെ എടുത്ത് ഓടിക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് വെയിറ്റ് കുറവ്, നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് പലപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 150 cc വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ മിക്കവാറും വണ്ടികൾ ഒരു 135 കിലോയ്ക്ക് മുകളിലേക്കുള്ള വണ്ടികളാണ്. അപ്പോൾ യൂണിക്കോൺ ഈ വണ്ടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 146 കിലോ ഉണ്ട്, 185-200 കിലോയാണ് ബുള്ളറ്റിൻ്റെ വെയിറ്റ്. എന്നാൽ നമുക്ക് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഹെവിനെസ് നമുക്ക് ഇതിനങ്ങനെ ഈ യൂണിക്കോൺ നമുക്ക് അത്രയും കൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ന്യൂജൻ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട് ഭയങ്കരമായിട്ട് മടക്കി വേണം ഇരിക്കാൻ, മുന്നോട്ട് നന്നായിട്ട് ലീൻ ചെയ്ത് വേണം ഇരിക്കാൻ. അപ്പോൾ കുറേ ദൂരമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആൾക്കാരും മടുക്കാനും നടുവിനും ഒരുപാട് വിഷയങ്ങളൊക്കെ വരാൻ കാരണം വെച്ചാൽ ആ ഇരിപ്പിൻ്റെ പ്രത്യേകത. ബുള്ളറ്റ് നമ്മളെ കസേര ഇരിക്കുന്ന പോലെ തന്നെ നീണ്ടു നിവർന്ന് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാം. ഇതിനും ഏകദേശം അതുപോലെ തന്നെ ഇരിക്കാം, ഒരുപാട് മുന്നോട്ട് ലീൻ ചെയ്യേണ്ട, കൈയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. നമുക്ക് ഇങ്ങനെ നിവർന്നിരിക്കാം കേട്ടോ. കൈയൊന്നും അങ്ങനെ മടങ്ങുമോ, ഒരുപാട് മടങ്ങി മുന്നോട്ട് ലീൻ ചെയ്യുന്നൊരു ഇതോ അതുപോലെ ബാക്കി ഇരിക്കുന്നവർക്ക് ഒരുപാട് വിഷയം അങ്ങനെയൊന്നുമില്ല. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സുഖമായിട്ടിരിക്കുക, അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്.
അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു യാത്രാസുഖത്തിൻ്റെ ഒരു കാരണവും കേട്ടോ. ബുള്ളറ്റിൽ നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിരിക്കാം എന്ന് മാത്രം. ഇപ്പോൾ നല്ല വൈഡ് സീറ്റാണ്, കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഹാൻഡിലാണെന്ന് തോന്നുന്നു. ടാങ്ക് ആണെങ്കിലും കുറച്ചുകൂടെ അങ്ങ് പരന്ന്, എന്താണെങ്കിലും അത് കുറച്ചുകൂടെ ഒരു അപ്പർ ക്ലാസ്, തീർച്ചയായിട്ടും അത്ര വില കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് തീർച്ചയായിട്ടും അതിനുണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്ത് ഓടിക്കുക, നമ്മളൊരു ഹൈ സ്പീഡിൽ ഓടിക്കാനല്ല. അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടോ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചോ ഒക്കെ നമുക്ക് സുഖമായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇതെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഓടിക്കാവുന്ന ഒരു സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-60 ഭയങ്കര കംഫർട്ടബിളാണ്, ഒരു വിഷയമില്ല. ബുള്ളറ്റും അങ്ങനെ തന്നെ. അപ്പോൾ അത് കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ബുള്ളറ്റ് അല്ലെങ്കിൽ യൂണിക്കോൺ, ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ പുതിയ യൂണിക്കോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ BS6 വണ്ടിക്ക് പല പ്രശ്നങ്ങളും പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് യൂണിക്കോണിന്. അതായത് ഒന്ന് ക്വാളിറ്റി ഇഷ്യൂ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഓട്ടോ ചോക്കി സംവിധാനം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 1 മിനിറ്റോളം ഐഡിയൽ ആർപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റോളം താമസമുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല, ഈ ആദ്യത്തെ ഓട്ടോ ചോക്കിങ് നമ്മൾ എടുത്തു, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ ഓട്ടോ ചോക്കിങ് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ നോയ്സ് എന്തോരം കയറി വരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര തടസ്സമുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഈ ഓട്ടോ ചോക്കിങ് വലിയൊരു വിഷയമായിട്ട് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് BS6 ഭയങ്കര താല്പര്യക്കുറവായിരുന്നു എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും ഹോണ്ട പുതിയ വണ്ടി ഇറക്കുന്നതിനെ പറ്റിയൊന്നും യാതൊരു അറിവും എനിക്ക് അന്നില്ലായിരുന്നു കേട്ടോ. കാരണം ഈ ഡിസംബറിലാണ് ഞാൻ ഈ യൂസ്ഡ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഹോണ്ട അങ്ങനെ ഒരു വണ്ടി ഇറക്കുന്നതിനെ പറ്റി ആരും പറഞ്ഞു കേട്ട് പോലുമില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തേനെ, ഒരാഗ്രഹം. അപ്പോൾ ഡിസംബറിന് മുന്നേ ഒരു 2 മാസം മുന്നേ എൻ്റെ അടുത്ത സുഹൃത്ത് ഒരു ഹോണ്ട യൂണിക്കോൺ, ഒരു കച്ചവടക്കാരൻ വഴിയായിട്ട് തന്നെ, പുള്ളിയുടെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് തന്നെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഹോണ്ട യൂണിക്കോൺ എടുത്തു. അത് 2018 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി എടുത്തു കഴിഞ്ഞപ്പം നല്ല വണ്ടി. ആ വണ്ടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇച്ചിരി പഴയ വണ്ടിയുടെ കുറച്ച് വിയർ ആൻഡ് ടിയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. അത്യാവശ്യം നല്ല പവറുണ്ട്, ഭയങ്കര കംഫർട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പുള്ളിയും സ്കൂട്ടറാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സുഹൃത്തും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂട്ടർ ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതിനെ കഴിഞ്ഞും നമ്മളൊരു നോർമൽ സ്പീഡിലാണ് വണ്ടി ഓടിക്കുക. പക്ഷേ എങ്കിൽ പോലും സ്കൂട്ടർ ഉപയോഗിച്ച് പോകുന്നതിനെ കഴിഞ്ഞും എന്ത് കാണിച്ചാലും ഒരു 10 മിനിറ്റ് കുറച്ച് സമയം മതി ആ ദൂരത്ത് നമുക്ക് എത്താൻ വേണ്ടി, ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം വളരെ പെട്ടെന്നാണ് എൻ്റെ വേറെ സുഹൃത്ത് ഒരു യൂസ്ഡ് വണ്ടി എടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെയാണ് പെട്ടെന്ന് ഈ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചു. അപ്പം എൻ്റെ ഈ ആദ്യം 2018 മോഡൽ സുഹൃത്ത് എടുത്ത ആ വണ്ടി ഏകദേശം ഒരു 60,000 രൂപ അടുത്താണ് ആ വണ്ടിക്ക് വില വന്നത്. അതുമാത്രമല്ല ആ വണ്ടിയും ഏകദേശം ഒരു 35,000 കിലോമീറ്റർ ആയിരുന്നു വണ്ടി ഓടിയിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 വർഷം വരെ പഴക്കമുള്ളത്, അല്ലെങ്കിൽ 5 വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. കാരണം 5 വർഷത്തിന് മേലെ പഴക്കമുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ വിയർ ആൻഡ് ടിയർ കൂടുതലായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പോൾ അതിന് അപ്പോൾ വില കുറയായിരിക്കും, പക്ഷേ എന്നാൽ ഒരുപാട് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ മനസ്സിലേക്ക് പോയി. പിന്നെ ഒരുപാട് അവിഞ്ഞ വണ്ടി ആയിരിക്കുമല്ലോ, അതൊരു പ്രശ്നം. അതുമാത്രമല്ല ഒരു മാക്സിമം ഒരു 50,000 കിലോമീറ്ററിന് മുകളിലേക്കുള്ള വണ്ടിയാണെങ്കിലും ഇതുപോലെ തന്നെ വിയർ ആൻഡ് ടിയറിൻ്റെ സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് താഴെയുള്ള മാക്സിമം ഒരു 50,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടി, മാക്സിമം ഒരു 5 വർഷത്തിൽ താഴെയുള്ള വണ്ടി, അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് നമ്മൾ നോക്കിയത്. പിന്നെ ഞാൻ ആദ്യമേ ഒരു വണ്ടി എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. OLX വഴിയായിട്ട് തന്നെയാണ്. നല്ലൊരു വണ്ടി, കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി, ഒരു കോഴിക്കോട് കണ്ടുള്ള ഒരു വണ്ടിയായിരുന്നു. അധികം കിലോമീറ്റർ ഓടിയിട്ടുമില്ല. ഏതാണ്ട് ഒരു 2022 21 അങ്ങനെയാണ്ട് ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി എല്ലാം ഇരുന്നു. പക്ഷേ നമ്മൾ ഇന്ന ദിവസം പൈസയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് ഇന്ന ദിവസം ചെല്ലാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ ആ വ്യക്തിയെ നമ്മൾ വിളിച്ചിട്ട് പുള്ളി എന്ത് ചെയ്താൽ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 4-5 ദിവസം പുള്ളിയായിട്ട് നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ പുള്ളി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ അത്യാവശ്യം തട്ടിക്കൂട്ടി കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചാണ്. അപ്പോൾ ഇനി വണ്ടി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ കയ്യിലുണ്ടാവത്തില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നി. അപ്പോൾ അങ്ങനെ വണ്ടി ഒരു അത്യാവശ്യമാണ്, പൈസയൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും OLXും ഫേസ്ബുക്കും നമ്മൾ എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 2-3 വണ്ടി അവസാനം കിട്ടി. അപ്പോൾ അതിൽ ഒരു വണ്ടി 2017 മോഡലുള്ള വണ്ടികൾ, 17, 18, 19 അങ്ങനെ 3 വണ്ടികൾ നോക്കി. അപ്പോൾ അതിനകത്ത് 2019 വണ്ടിയായിരുന്നു ഈ ഞാൻ എടുത്തിരിക്കുന്ന ഈ വണ്ടി. ഇത് ഞാൻ തിരുവല്ലയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 35,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓണറാണ്. അപ്പോൾ എന്താണെങ്കിലും ഡയറക്റ്റ് പാർട്ടിയുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഏകദേശം 35,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 1,00,000 കിലോമീറ്റർ ഓടി വണ്ടിയാണെങ്കിലും മീറ്റർ റിവേഴ്സ് കറക്കി അത് 25,000-ലേക്കും 10,000-ലേക്കും വേണേൽ കൊണ്ടുവെക്കും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഈ പാർട്ടിക്ക് വേണേൽ അങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം കേട്ടോ. ഇപ്പോൾ എന്താണേലും ഒരു വിശ്വാസം, ഒന്നുമില്ലെങ്കിലും പാർട്ടിയുടെ അടുത്തു നിന്നാണല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു.
അപ്പോൾ സർവീസ് ചെയ്ത സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല മേജർ തട്ടോ മുട്ടോ സ്പെയർ പാർട്സുകൾ എന്തെങ്കിലും മാറി വെച്ചാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയും ഓതറൈസ് സർവീസ് ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ ഒരു ഹിസ്റ്ററിയൊന്നും ഈ വണ്ടിക്ക് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഞാനിത് തിരുവല്ലയിൽ ഞാൻ നേരിട്ട് പോയി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടായിരുന്നു. ഫോട്ടോയിലൊന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെങ്കിലും വണ്ടി എടുക്കാൻ വേണ്ടി തന്നെയാണ് ചെല്ലുന്നത്. അപ്പം റേറ്റ് പുള്ളി കുറയ്ക്കത്തുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലും വണ്ടി എടുക്കാൻ പോയി, സെക്കൻഡ് ഓണറാണ്. അപ്പോൾ ഞാൻ തേർഡ് ഓണറാവും. അപ്പോൾ ഞാനിത് വിൽക്കാൻ നേരത്തെ എനിക്ക് ചിലപ്പോൾ വീണ്ടും വില കുറയുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നാലും വിൽക്കുക എന്നുള്ളതല്ല, നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് വണ്ടി എടുക്കുക. പിന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ വിൽക്കേണ്ട ഒരു കാര്യം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തിരുവല്ലയിൽ ചെന്ന് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കാരണം വെച്ചാൽ വണ്ടി കഴിഞ്ഞ 2-3 മാസമായിട്ട് വണ്ടി എടുത്തിട്ടേ ഇല്ല. വണ്ടി ഷെഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കവറൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. നോക്കി കഴിയുമ്പോഴത്തേക്ക് നിറച്ച് പൂച്ചക്കാഷ്ടോ പൂച്ചയൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി ഓടിപ്പോവുക. പൂച്ചയും എലിയൊക്കെ ഒരുമിച്ച് കൂട്ടുകൂടി ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ നമ്മൾ വണ്ടി അധികം ഓടാത്ത വണ്ടി എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എടുത്ത വണ്ടിയുടെ ഒന്നും വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് വേറെ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഓണർ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് കാല് വയ്യാണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാതിരുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും അത്രയും ഒരു മുഷിഞ്ഞ് കിടന്ന ഒരു വണ്ടിയാണ് പിന്നെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വണ്ടി ഒരു അങ്ങനെ വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല, എല്ലാം പക്കയാണ്, ബാറ്ററി പക്കയാണ്. ആകെ ഉണ്ടായിരുന്നത് ഫ്രണ്ട് ടയർ മാത്രം മോശമാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ചിട്ടാണ് ഫ്രണ്ട് ടയർ മാത്രമാണ് മോശമുള്ളൂ. വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം നല്ല സ്ക്രാച്ച് ഉണ്ട്. ഈ സൈഡിലെല്ലാം നല്ല സ്ക്രാച്ച് ഉണ്ട്. വണ്ടി നല്ല വീഴ്ചയൊക്കെ വീണിട്ടുണ്ട്. വണ്ടി പക്ഷേ കാര്യമായ പാർട്സുകളൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം പൈസ കൊടുത്തു, നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തു. പിന്നെ വണ്ടി ഞാൻ കുറച്ച് ചെക്ക് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ വണ്ടിയുടെ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും കറക്റ്റാണെന്നായിരുന്നു ചെക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾ യൂസ്ഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെക്ക് ചെയ്യണം. നമ്പറൊക്കെ കറക്റ്റാണെന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ബാക്കി നമ്മളെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ചിലപ്പോൾ മാറിപ്പോകാനും വ്യത്യാസം പറയാനൊക്കെ സാധ്യത. അതാരും പ്രത്യേകം ശ്രദ്ധിക്കുകയില്ല. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വരുവാണ് പതിവ്. അതൊക്കെ പിന്നീട് നമുക്ക് പണി കിട്ടും. പിന്നെ വണ്ടി നന്നായിട്ട് റേസ് ചെയ്തൊക്കെ നോക്കി. എൻജിൻ നമ്മുടെ പോക്കോഴലിൽ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കരിയോ പുകയോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഇതിലൊന്നും ഒരു തരി പുക അല്ല, ഒരു തരി ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഈ വണ്ടി ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. സംഭവം ഇതിൻ്റെ ബാറ്ററി വീക്കാണ്. 2 മാസം ഡെഡായി ഉപയോഗിക്കാതിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബാറ്ററി പോകാൻ 90% സാധ്യതയുണ്ട്. വണ്ടി ഓടിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. വണ്ടി എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെ അവരെന്നോട് പറഞ്ഞു വണ്ടി ഓടിച്ചപ്പം കുറച്ച് കഴിയുമ്പോൾ വണ്ടി ചാർജ് ആവും, അല്ലെങ്കിൽ ആ ചാർജ് ഇറങ്ങിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെൻ്റെ പൈസയൊന്നും കുറയ്ക്കൊന്നും ചെയ്തൊന്നുമില്ല. എന്നാലും ഞാൻ വണ്ടി നമ്മൾ എടുക്കാൻ ചെന്നതാണല്ലോ. വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഫ്രണ്ട് ബ്രേക്ക് അല്പം കുറവുള്ളതല്ലേ എനിക്ക് തോന്നി. പിന്നെ ഈ വണ്ടിയിൽ അവർ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ വണ്ടിക്ക് എപ്പോഴും പ്രത്യേകിച്ച് യൂണിക്കോണിൻ്റെ ഹെഡ്ലൈറ്റ് ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും അത് അവർ ഓൾറെഡി LED പിടിപ്പിച്ചിട്ടുണ്ട്. LED ബൾബാണ് വെച്ചിരിക്കുക. പക്ഷേ ഭയങ്കര ബ്രൈറ്റ് ഒന്നുമില്ല, 18 വാട്ട്സിൻ്റെ ബൾബാണ് വെച്ചിരിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഓവർ ബ്രൈറ്റ്നസ് ഒന്നും അങ്ങനെ പറയാനില്ല. പിന്നെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും ആ കൂടെ തന്നെ ചെറിയൊരു ബൾബും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എൻജിൻ ടാങ്ക് കവർ, നല്ലൊരു ടാങ്ക് കവറാണ് വെച്ചിരിക്കുക. പിന്നെ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു പെട്ടി അവർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ മനസ്സിൽ ഓർത്തുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനൊരു ബൈക്ക് എടുക്കുവാണെങ്കിൽ ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കതിലൊരു കുട പോലും നമുക്ക് വെക്കാൻ മാർഗ്ഗമില്ല. നമുക്ക് ഈ ടാങ്ക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം, അതുപോലെ റെയിൻകോട്ട് വെക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ എന്താണെങ്കിലും വലിയ ബോക്സ് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം വെച്ചാൽ ബാക്കിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ടാവും, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ എന്നാന്ന് വെച്ചാൽ ബാക്കി ഇരിക്കുന്ന ആളുടെ കാല് തട്ടും. അപ്പോൾ നമുക്ക് അവിടെ കാല് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇതൊരു കുഞ്ഞി ബോക്സാട്ടോ. അപ്പോൾ ഇതെന്താണ് അവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവർ റെയിൻകോട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാനും ഇപ്പോൾ അതിൻ്റെ റെയിൻകോട്ടും പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുക. അപ്പോൾ അതെന്താണേലും ഞാൻ പിടിപ്പിക്കാതെ തന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് എൻ്റെ ഹോൺ അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ലൗഡാണ്. ഒരു വെറൈറ്റി ഹോണായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കാറിൻ്റെ ഹോൺ പോലെ തോന്നുകയും ചെയ്യും, എന്നാൽ നല്ല അത്യാവശ്യം ലൗഡുമാണ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ വണ്ടി നമ്മൾ പേര് മാറ്റാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മൾ ഉടമ്പടിയൊക്കെ എഴുതിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ സർക്കാരിൻ്റെ വെബ്സൈറ്റ് കയറുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ട്യൂട്ടോറിയലൊക്കെ പല ആൾക്കാരും യൂട്യൂബിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി അങ്ങനെ ഓണർഷിപ്പ് മാറാനുള്ളവരാണെങ്കിലും ഓണർഷിപ്പ് കൊടുക്കാനുള്ളവരാണെങ്കിലും അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഈ വണ്ടി തന്ന ആളും പുള്ളി നേരത്തെ ഒരു വണ്ടി കൊടുത്തപ്പോഴും പുള്ളി തന്നെ ചെയ്തൊരു എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വണ്ടി അങ്ങനെ തന്നെ പുള്ളി തന്നെ മാനുവലായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാർ കാർഡ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആധാർ കാർഡ് നമ്മുടെ ഡിഫോൾട്ട് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. കാരണം എന്നാലാണ്
ഈ ആധാർ നമ്പറൊക്കെ അടിച്ചു കൊടുത്തും നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് OTP ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യമേ തന്നെ അല്ലെങ്കിൽ ഇപ്പം ആധാർ കാർഡ് എന്താണെങ്കിലും നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസുള്ളൂ. എന്താണെങ്കിലും ഒരു 450 രൂപ. പിന്നെ പ്രിൻ്റ് അടിക്കാൻ ഒരു മെഷീൻ ഇത് വേണം കേട്ടോ. ഇനി പ്രിൻ്റ് അടിക്കാൻ നിങ്ങൾക്ക് അവിടെ മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അതിൽ ഒരു സൈൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തെങ്കിലും കമ്പ്യൂട്ടർ സെൻ്റർ എവിടെയെങ്കിലും കൊണ്ട ചെല്ലുക. ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ മാർഗ്ഗമുണ്ടല്ലോ. പ്രിൻ്റ് അടിക്കാൻ പക്ഷേ മാർഗ്ഗമില്ല. പ്രിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് തന്നെ പ്രിൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ ആണെങ്കിലും നമുക്കിത് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. സംഭവം വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടി എടുത്തിട്ട് ആദ്യത്തെ പണി അതിൻ്റെ അകത്ത് പെട്രോൾ ഇല്ലായിരുന്നു. അപ്പോൾ അർജൻറ്റായിട്ട് പെട്രോൾ അടിക്കണമായിരുന്നു. ഈ തിരുവല്ല കഴിഞ്ഞിട്ട് കറക്റ്റ് സ്പോട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അകലെയാണ് അന്നത്തെ ഉടമസ്ഥൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന വഴിക്ക് ബ്രേക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരിക. അത് ഞാൻ ഓടിച്ചു പോകുന്ന എനിക്ക് അങ്ങനെ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബ്രേക്കിൻ്റെ ലിവർ ഒരു ബലമില്ലാത്ത പോലെ നിൽക്കുക, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ ഒരു തരത്തിൽ തിരുവല്ല എത്തിച്ചു. തിരുവല്ല എത്തിക്കഴിഞ്ഞാൽ അവിടെ പോകുന്ന വഴിക്ക് പുരക്കൽ ഹോണ്ടയുടെ ഒരു ഷോറൂം കണ്ടു. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോഴും അവരില്ലാത്ത ജാടയൊന്നുമില്ല. അവർക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് നോക്ക്, ഞാനിത് തൊടുപുഴയിൽ നിന്ന് വരുന്ന ആളാണ്, ആ വണ്ടി അവിടെ കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിത് നോക്ക്, എന്തായാലും പ്രശ്നം നോക്ക്, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് തൊടുപുഴ കൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെ നോക്കിയിട്ട് പറഞ്ഞു ഈ ലിവർ ഒടിഞ്ഞു പോയതാണ്. അതായത് ഞാൻ ആദ്യം നോക്കുമ്പോൾ വണ്ടി നിറച്ച് സ്ക്രാച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വണ്ടി ചിലപ്പം മറിഞ്ഞ് വീണിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ മറിഞ്ഞ് വീണിട്ട് ഈ സാധനം ഒടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും പറിച്ച് എന്താണെങ്കിലും അവർ കൈ തന്നു. അതിന് മുന്നേ കൈ കിട്ടിയൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്പെയർ അവിടെ കിട്ടാനുമില്ല. അപ്പോൾ ഹോണ്ട യൂണിക്കോൺ എല്ലാം ഒരേപോലെയാണ് ഇരിക്കുക. പക്ഷേ ഇതിൻ്റെ ഓരോ ജനറേഷനും പല പാർട്സിനും വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് BS3, BS4, BS6, ഇപ്പോൾ OBD2 പുതിയ സാധനം വന്നു. ഇതെല്ലാം കൊച്ചു വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പം എല്ലാം കുറേ ട്രഡീഷണലായിട്ട് വരുന്ന കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഒരേ വണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതുകൊണ്ട് പാർട്സിനും ഒക്കെ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവിടെ സ്പെയർ പാർട്സ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരൊരു സൊല്യൂഷൻ പറഞ്ഞു, നേരെ കോട്ടയത്തേക്ക് ഇല്ല, കോട്ടയത്തിൽ പുരക്കൽ ഹോണ്ട അവരുടെ വലിയ ഷോറൂമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പെയർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബ്രേക്ക് ഇല്ലാണ്ട്, ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാണ്ട്, ഞാൻ കുറേ നാൾ കൂടിയാണ് ഞാൻ സ്കൂട്ടറിൽ നിന്ന് ബൈക്കിലേക്ക് വരിക. ഒരു തരത്തിൽ ഞാൻ ഇവിടെ പുരക്കൽ ഹോണ്ട കോട്ടയത്ത് ഞാനിത് എത്തിച്ചു കേട്ടോ. വലിയ പാടായിരുന്നു, കാരണം വണ്ടി ഒരല്പം സ്പീഡ് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡൊന്നുമല്ല, ഒരു 50 മുകളിലേക്കോ അല്ലെങ്കിൽ 50-ലേക്കൊക്കെ എത്തിക്കുകയാണ്. ഹൈവേ കൂടെയാണല്ലോ വരിക. അപ്പോൾ നമ്മൾ പല വണ്ടീനെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഫ്രണ്ട് ബ്ലോക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഈ ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാതെ എങ്ങനെ ബാക്ക് ബ്രേക്കിൽ സംഭവം നിൽക്കും? ബാക്ക് ബ്രേക്കിൽ നിൽക്കും, ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവും, പല പ്രശ്നങ്ങളുമുണ്ട്. ശരിക്കും ഇത് 2 ബ്രേക്കും കൂടെ ഒരുമിച്ചാണ് പിടിക്കേണ്ടത്. എന്താണേലും ഒരു തരത്തിൽ ഞാൻ ഇവിടെ പുരക്കൽ ഹോണ്ടയിൽ കോട്ടയത്ത് എത്തി. അപ്പോൾ അവിടെ ഞാൻ ഏകദേശം ഒരു 3 മണിയോട് കൂടെയാണ് എത്തിയത്. അവരോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തൊടുപുഴയിൽ നിന്ന് വരുന്നതാണ്, എനിക്ക് നന്നാക്കി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നാക്കി തരിക, അല്ലെങ്കിൽ ഞാനത് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഇത്രയും വന്ന ഒരു ഇതെല്ലാം പരിഗണിച്ചിട്ട്, കാരണം സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി സർവീസിങ്ങിന് കൊടുക്കുമ്പോൾ രാവിലെ ബുക്ക് ചെയ്തിട്ടോ തലേദിവസം ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോക്കൺ അനുസരിച്ചാണ് അവർ ഈ സാധനം റിപ്പയർ ചെയ്ത് കൊടുക്കുക. പക്ഷേ എൻ്റെ ഒരു എമർജൻസി കണ്ടീഷൻ അവർ പരിഗണിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ എന്നല്ല, അവരവരുടെ ഓർഡർ അനുസരിച്ചാണ് എന്താണെങ്കിലും അവർ ഈ സാധനം റെഡിയാക്കി. അവിടെ സ്പെയർ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ ഈ സംഭവം റെഡിയാക്കി തന്നു. പക്ഷേ ഞാനിവിടെ നിന്ന് പോന്നപ്പോൾ വൈകുന്നേരം 5 മണി 6 മണി എങ്ങാണ്ടായി പോന്നപ്പോൾ, കോട്ടയത്ത് നിന്ന് ഞാൻ വണ്ടി എടുത്തപ്പോൾ. നല്ല സർവീസ് ആട്ടോ പുരക്കൽ ഹോണ്ട. അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരു എമർജൻസി ആവശ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെയാണെങ്കിൽ അവരെല്ലാം പരിഗണിച്ച് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു തന്നെ പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പുരക്കൽ ഹോണ്ടയിൽ നിന്ന് ഈ സംഭവം എല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ നേരെ പോകുന്നു. ആ വണ്ടി ഓടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ കൂടിയാണ് നമ്മൾ സ്കൂട്ടറിൽ നിന്ന് നമ്മൾ ബൈക്കിലേക്ക് വരിക. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല പവറാണ്. ഗിയർ അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഗിയർ സ്ലിപ്പാകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അതെല്ലാം ഓക്കെയാണ്. പിന്നെ ബ്രേക്കിംഗ് പക്കായിരുന്നു കേട്ടോ. കോട്ടയത്ത് നിന്ന് ബ്രേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ അധികം പ്ലേ ഒന്നുമില്ല, കൈ പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബ്രേക്കാണ്. വണ്ടി അങ്ങ് ഭയങ്കര ഇതിന് ബ്രേക്ക് കുറവാണെന്ന് ആരാ പറഞ്ഞതെന്ന് പോലും കൂടെ ഞാനിങ്ങനെ ഓർത്ത് പോയി. കാരണം പൊതുവെ ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവാണെന്നൊക്കെ അങ്ങനെ ഒരു പരാതിയൊക്കെ ഉണ്ട്. അത്രയ്ക്ക് നല്ല കിടിലും ബ്രേക്കായിരുന്നു. സസ്പെൻഷൻ ഭയങ്കര നല്ല സുഖമായിരുന്നു. സസ്പെൻഷൻ സോഫ്റ്റാന്നല്ല, നല്ല സുഖമായിരുന്നു. പക്ഷേ എന്നാലും കട്ടർ ചാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഇതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആദ്യമേ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സീറ്റിനോട് ചേർന്നിരിക്കാൻ നമ്മുടെ ശരീരഭാഗത്തിന് അവിടെ ഇച്ചിരി മരപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നടുവിന് കുഴപ്പമില്ല, കൈക്ക് തല കഴുത്ത് ഒന്നും യാതൊരു പ്രശ്നവുമില്ല, നടുവിന് യാതൊരു പ്രശ്നവുമില്ല, ഭയങ്കര കംഫർട്ടാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ കുറേ നേരം ഇരുന്നപ്പം നമുക്ക് ഈ സീറ്റിൽ ഫേമായിട്ടിരിക്കുന്ന നമ്മുടെ ശരീരഭാഗത്തിന്, നമ്മുടെ ബാക്ക് ഭാഗത്തിന് അവിടെ ഇച്ചിരി ഭയങ്കര മരപ്പ് ഫീൽ ചെയ്തു.
അപ്പോൾ ഞാൻ ഓർത്തു സീറ്റിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ വിഷയമായിരിക്കാം എന്നോർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തൊടുപുഴ വന്നു. അപ്പം വണ്ടിയുടെ ഫ്രണ്ട് ടയർ പോയിരിക്കുക. ഫ്രണ്ട് ടയർ പോയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് മാറി വെക്കണം. രണ്ടാമത്തെ പണി, ഫ്രണ്ട് ടയർ മാറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ടയർ കടയിൽ ചെന്ന്, എനിക്ക് പരിചയമുള്ള കടയാണ്, അവിടെ ചെന്ന് അവർ നല്ലൊരു ടയർ വാങ്ങിച്ചു വെച്ചു. ഒരു 2200 രൂപ എങ്ങാണ്ടായി. അത് മിഷ്ലിൻ്റെ ടയറാന്ന് തോന്നുന്നു. 2200 രൂപയായി. ടയർ മാറി വെച്ച വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോൾ മുതൽ വീണ്ടും ബ്രേക്കില്ല. ഇതെന്നെ സംഭവം? തലേ ദിവസം കോട്ടയത്ത് നിന്ന് വണ്ടി പെർഫെക്റ്റായിട്ട് അടിപൊളി ബ്രേക്കിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിക്ക് ബ്രേക്കില്ല. ഞാനിത് പിടിച്ചിട്ട് ഈ ലിവർ പിടിച്ചിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഭയങ്കര സ്പോഞ്ചിനെസ് ഫീൽ ചെയ്യുക. മാക്സിമം ഈ സാധനം പിടിച്ചാൽ മാത്രം ബ്രേക്ക് കിട്ടും, അല്ലെ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ തൊടുപുഴ മുത്തൂറ്റിൽ ചെന്നു കഴിയുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഒരു ലോക്കൽ സർവീസ് സെൻ്ററുകാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇതിൻ്റെ ABS കംപ്ലൈൻ്റ് ആണ്, സെൻസർ പോയിട്ടുണ്ട്, ആ സെൻസർ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ കോട്ടയത്ത് നിന്ന് അവർ നല്ല ഫ്ലൂയിഡൊക്കെ നിറച്ചായിരുന്നു അവർ തന്നത്. കാരണം ഈ ഒരു സിലിണ്ടർ അവർ മാറ്റി വെച്ചു. ഈ സിലിണ്ടറും ഈ ലിവറും കൂടെ ഒരുമിച്ച് ഒറ്റ സെറ്റായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മാറ്റി വെച്ചു. ഇതിന് 1700 രൂപ അന്ന് മുടക്കായി. അത് കഴിഞ്ഞിട്ട് തൊടുപുഴ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതിൻ്റെ തൊഴിച്ചിരിക്കുന്ന ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞു. കുറേ ഫ്ലൂയിഡ് അവർ ഊറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എയർ കയറിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ടയർ മാറി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മ ഇച്ചിരി കാറ്റടിച്ചായിരുന്നു. അങ്ങനെ എയർ കയറിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെയൊന്നും ചുമ്മാ ടയർ മാറാൻ നേരത്ത് കാറ്റടിച്ചു പൊടി കളഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും ഈ സിലിണ്ടറിൻ്റെ അകത്തേക്കോ ഇതിൻ്റെ ട്യൂബിലേക്കൊന്നും എയർ കയറിയല്ല. അവർ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വണ്ടി എടുത്തപ്പോൾ ഓക്കെ, വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 2 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ ബ്രേക്ക് പോയി. അപ്പോൾ എനിക്കിതൊരു തലവേദന കേസായി. അപ്പോൾ ഞാൻ ഓൾറെഡി അപ്പോൾ 1-2 പേരുടെയൊക്കെ അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സുഹൃത്തിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ സുഹൃത്ത് പുള്ളി ഒരു എന്താ പറയുക, എല്ലാ വണ്ടിയുടെ ഒരു ഡോക്ടറാണ്. വേറെ ആരുമല്ല, നാനോ ഓയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്മുടെ മൂവാറ്റുപുഴയിലെ ഫിറോസാണ്. അങ്ങനെ ഞാൻ ഫിറോസിൻ്റെ അടുത്ത് പോയി. ഫിറോസിൻ്റെ അടുത്ത് പോയി കുറേ ഗുണങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടോ. കാരണം ഫിറോസാണ് ഈ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് നോക്കിക്കഴിഞ്ഞപ്പം അത് ഈ വണ്ടി എടുത്ത കാലത്ത് മുതലേ ഉള്ള ഒരു സ്പാർക്ക് പ്ലഗാണ്. അത് മൊത്തം കരിയും പുകയൊക്കെ പിടിച്ച് ആകെ പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പുള്ളി അത് അഴിച്ചു മാറ്റിയിട്ട് വേറെ സ്പാർക്ക് പ്ലഗൊക്കെ വെച്ചു. ഓയിൽ മാറിയിട്ടില്ല കേട്ടോ. കാരണം ഓയിൽ മാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അവരും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. വണ്ടി തന്നവരും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, ഓയിൽ മാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് നാനോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി വണ്ടിയൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് അവിടെ നിന്ന് തന്നു. വണ്ടി നല്ല കുട്ടപ്പനായി, നല്ല കണ്ടീഷനായി. ബ്രേക്കിന് ഒരുപാട് പുള്ളി അത് പണിത് സെറ്റ് ചെയ്തു. പക്ഷേ പുള്ളി ഈ ബ്രേക്കിൻ്റെ ആ പോർഷനൊക്കെ നമ്മുടെ ബ്രേക്ക് കാലിപ്പറിൻ്റെ പോർഷനൊക്കെ അഴിച്ചപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പെട്രോളിയം ജെല്ലി ഒഴിച്ചിട്ടുള്ള ചില പോർഷൻസ് ഉണ്ട്. ആ ഭാഗമൊക്കെ പെട്രോളിയം ജെല്ലിയൊക്കെ കട്ടയായിട്ടിരിക്കുകയാണ്. അതായത് ഇത് കാലാവധി കഴിഞ്ഞതുപോലെയൊക്കെ നാളുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കാതിരുന്ന ഒരു വണ്ടിയാണെന്ന് പുള്ളി കണ്ടപ്പോഴേ അത് പറഞ്ഞായിരുന്നു. അത് അഴിച്ചു നോക്കി കഴിയുമ്പോഴും പറഞ്ഞു ഇതൊരു 1-2 മാസം കൊണ്ടൊന്നും സംഭവിക്കുന്ന ഒരു പരിപാടിയല്ല. ചിലപ്പോൾ ഇത് നാളുകളായിട്ട് ഇത് ഉപയോഗിക്കാതെ ഇരുന്നതാണോ എങ്ങനെ അതിൻ്റെ പരിപാടിയെന്ന് എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്താണേലും അവിടെ ആ പെട്രോളിയം ജെല്ലിയൊക്കെ ഇതിൻ്റെ റബ്ബർ പാർട്സൊക്കെ ചെറുതായിട്ട് മൂവ് ചെയ്യേണ്ട പാർട്സാണ്. അതിനാണ് പെട്രോളിയം ജെല്ലി ഇട്ട് കൊടുക്കുന്നത്. റബ്ബർ പാർട്സ് മൂവ് ചെയ്യണില്ല. രണ്ടാമത് ഈ പെട്രോളിയം ജെല്ലി ഒക്കെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഓയിലി രീതിയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഇതങ്ങ് ദ്രവിച്ചതുപോലെയൊക്കെ ഒരു വേറെ രീതിയിലേക്കൊക്കെ ഇരിക്കുവാണ്. ഈ സാധനം കട്ടകളായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്ത് നിന്ന് അവർ ഈ ബ്രേക്ക് കാലിപ്പർ പോർഷനൊക്കെ അവർ മാറി തന്നു. പക്ഷേ താഴെ അവർ അഴിച്ചു നോക്കിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് പക്കയാവാനുള്ള ഒരു കാരണം ഭയങ്കര ബ്രേക്കാണ്. തൊട്ട് കഴിഞ്ഞാൽ ബ്രേക്കായിരുന്നു. അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ തൊട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മൂവിങ് പാർട്സ് ഒന്നും മൂവ് ചെയ്യണില്ല. അപ്പോൾ ഇത് അവർ പറഞ്ഞ് 2 മാസം എന്ന് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ അതിൽ കൂടുതൽ നാളുകൾ ഒരു പക്ഷേ ഇത് ഉപയോഗിക്കാതിരുന്ന വണ്ടി ആയിരിക്കാം. അപ്പോൾ നമ്മുടെ യൂസ്ഡ് വണ്ടി എടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലോ കിലോമീറ്ററാണ് ഉപയോഗിക്കാത്ത വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 വർഷം പഴക്കമുള്ള വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ലോ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒരു 4-5 വർഷം പഴക്കമുള്ള വണ്ടി നമ്മൾ എടുത്തിട്ട് തീർച്ചയായിട്ടും ഒരു 10,000 കിലോമീറ്റർ ഓടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വണ്ടി ഓടിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും നമുക്ക് ഒരു ഫ്രഷ് വണ്ടി എടുക്കുന്ന ഗുണമൊന്നും അതിൽ കിട്ടാൻ പോകുന്നില്ല കേട്ടോ. കാരണം ഇതുപോലെയുള്ള പല പാർട്സുകളും ഉപയോഗിക്കാതിരുന്ന് കഴിയുമ്പോൾ അത് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തോ സംഭവം ഒരു പണി കിട്ടിയതാണത് എനിക്ക്. പുള്ളി പറഞ്ഞ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഫിറോസ് പറഞ്ഞൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക്, ഇപ്പോൾ ഇതിന് ബ്രേക്ക് ഇല്ല, അപ്പോൾ അതിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്ക് ഇല്ലാണ്ടിരിക്കാം. പക്ഷേ എയർ കയറിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഇങ്ങനെ സ്പോഞ്ചി ആയി പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ടിപ്പുണ്ട്. അതായത് ഈ ബ്രേക്ക് ലിവർ
വൈകുന്നേരം നമ്മൾ ഉപയോഗിക്കാത്തപ്പം വൈകുന്നേരം ഈ സാധനം നന്നായിട്ട് ഈ സാധനം ബ്രേക്ക് ചെയ്തിട്ട് ഇതൊരു തോർത്തോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ സൈക്കിളിൻ്റെ ട്യൂബാണ്, എന്തെങ്കിലും വെച്ച് കെട്ടി വെക്കുക. നന്നായിട്ട് ഈ ഹാൻഡിലിനോട് ചേർത്ത് നമ്മൾ ബ്രേക്ക് ഫുള്ള് പിടിക്കുന്ന രീതിയിൽ ഈ ലിവർ ചേർത്ത് വെച്ചിട്ട് കെട്ടി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ കെട്ടഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എയർ ബബിൾസ് പുറത്തേക്ക് പോയിരിക്കും. നിങ്ങൾക്ക് നല്ല ബ്രേക്ക് കിട്ടും. ഡിസ്കിനോ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിന് തേയ്മാനം കൊണ്ടുണ്ടായതൊന്നും നടപടിയല്ല. എയർ ബബിൾ കൊണ്ടാണ് നിങ്ങൾ ബ്രേക്ക് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എയർ ബബിൾ പോകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്രേക്ക് കിട്ടും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കയിലേക്ക് ഈ ബ്രേക്ക് ഒരേന്നൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല. അത് അന്ന് വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരം ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവം റെഡിയാവും. നല്ല അനുഭവം കിട്ടും. അതൊരു ടിപ്സാണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഹാൻഡിലിനോട് ഈ ബ്രേക്ക് ലിവർ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ നമ്മുടെ ട്യൂബോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടത് കെട്ടി വെക്കുക. അപ്പോൾ 4-5 മണിക്കൂർ കഴിയുമ്പോൾ സംഭവം സെറ്റാവും. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്തുനിന്ന് ഈ വണ്ടി റെഡിയാക്കി കൊണ്ടുവന്നു. പക്ഷേ അപ്പോൾ ഭയങ്കര സ്മൂത്തായി വണ്ടി നല്ല രസമായി, അത്യാവശ്യം കുറച്ചുകൂടി ഒരു പവർ കിട്ടിയ പോലെ ഫീലൊക്കെ ആയി. പക്ഷേ ഞാനൊരു വീണ്ടും ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിൻ്റെ ബ്രേക്ക് പോയി, ഒട്ടും ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ വീണ്ടും മടുത്തു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പോഴാണ് എൻ്റെ വേറെ സുഹൃത്ത് പറഞ്ഞത് വാഴക്കുളം അടുത്ത് EVM ഹോണ്ടയുണ്ട്, അപ്പോൾ അവിടെ കുറച്ചുകൂടെ നല്ല സർവീസാണ്, അവിടെ ഇന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ്. തൊടുപുഴ ഇത് ചെയ്യാമായിരിക്കും, തൊടുപുഴ ഭയങ്കര തിരക്കാണ്. അപ്പം വാഴക്കുളത്ത് അത്ര തിരക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാഴക്കുളത്ത് പോയത്. അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു പ്രശ്നം. അപ്പം കോട്ടയത്ത് നിന്ന് എനിക്ക് വെച്ച് തന്നിരിക്കുന്ന ലിവർ ഇപ്പോൾ ഇതിൻ്റെ അല്ല എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഈ മാസ്റ്റർ സിലിണ്ടർ ഒന്നും ഇതിൻ്റെ അല്ല, ഇത് വെർഷൻ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ, പഴയ വണ്ടി എടുക്കുമ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചു. കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു, പണ്ട് നമ്മുടെ ബജാജിൻ്റെ കാലിബർ എടുത്തപ്പം അതിൻ്റെ പിസ്റ്റൺ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള പ്രശ്നം. അപ്പോൾ അത് സർവീസ് സെൻ്ററിൽ കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രഷ് വണ്ടി പോലെ കിട്ടിയേനെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി എടുത്തപ്പോഴും, അപ്പോൾ ഇത് പുതിയ വണ്ടി ഒരുപാട് ടെക്നോളജി വ്യത്യാസമുണ്ട്, അത് ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ്, ഇതിനെ കഴിഞ്ഞ് പവർ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. എനിവേ അതവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും തീർച്ചയായിട്ടും ലൈവായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സിലിണ്ടറിനോ ബ്രേക്കിനോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാധനം ഒന്ന് മാറിക്കളഞ്ഞേക്കുക. ഇപ്പോൾ എന്താണെങ്കിലും ഇതിന് ഇത്രയ്ക്കല്ലേ വില വരുന്നുള്ളൂ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 16,000 രൂപ 7,000 രൂപ എല്ലാ പാർട്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം 10-15,000 രൂപ വില വന്നിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഒരു പുതിയ വണ്ടി എടുക്കുന്ന പൈസയോ ഇത് രജിസ്ട്രേഷൻ കൊടുക്കുന്ന പൈസയോ ഇല്ല, തീർച്ചയായിട്ടും അത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്സിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. സെക്കൻഡ് വണ്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ പാർട്സ് മാറി വെക്കുന്നതിനെ പറ്റി ആലോചിക്കുക. കമ്പനിയിൽ നിന്ന് തന്നെ മാറി വെക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരവും. അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇതിന് പ്രശ്നമുണ്ടോ, ഈ സാധനം അങ്ങ് മാറിക്കൊള്ളുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, താഴെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ താഴത്തെ ഭാഗം നമ്മുടെ ഡിസ്ക് കാലിപ്പറിൻ്റെ ഒക്കെ ആ ഒരു പോർഷൻ, അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സാധനം മാറ്റി വെച്ചുകൊള്ളുക, അല്ലാതൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാനിത് കൊണ്ടുപോയ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ, നമ്മുടെ ക്രിസ്മസിൻ്റെയൊക്കെ അവധിക്കാലം ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് അവധി ഉണ്ടായിരുന്നു, പിന്നെ ന്യൂ ഇയറിൻ്റെ അവധി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഇതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട്, പിന്നെ അവരുടെ ഷോറൂമിൽ ഈ സാധനമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എറണാകുളത്ത് ഏതൊരു ഷോറൂമിൽ ഇത് സാധനമുണ്ട്, അവരെ എത്തിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അത്രയും ദിവസം നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ട് പെർഫെക്റ്റായിട്ട് ഒരു ദിവസം പോലും നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല, പെർഫെക്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്താണേലും ഒരാഴ്ച മിച്ചം അവിടെ ഇരുന്നു, അവർ ഈ സാധനം നന്നാക്കി തന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ നമ്മുടെ ഈ ബ്രേക്ക് ലിവറിൻ്റെ ഈ പോർഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതും ഈ വണ്ടിയുടെ അല്ല, ഇത് വേറെ ഏതൊരു വെർഷൻ വണ്ടിയുടെയാണ്, BS6 അല്ല വേറെ ഏതൊരു വണ്ടിയുടെയാണ്. അപ്പോൾ ഇതും മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത് മൊത്തം മാറ്റി കഴിഞ്ഞപ്പോൾ ആദ്യം ഞാനൊരു 1,700 രൂപ കോട്ടയത്ത് നിന്ന് ഞാൻ മുടക്കിയായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അതൊരു അവരെനിക്ക് അത് ചെയ്തു തന്നു. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, തീർച്ചയായിട്ടും അവിടെ താഴത്തെ ഒരു പോർഷൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് പിന്നീട് ഈ കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവരോട് മാറ്റിക്കോളാൻ പറഞ്ഞു. ഇവർ ഈ സാധനം ഫുള്ള് യൂണിറ്റ് മാറ്റി. പക്ഷേ ഈ യൂണിറ്റ് മാറ്റിയോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കോട്ടയത്ത് നിന്ന് അവർ ഈ ഒടിഞ്ഞു പോയ ലിവറൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ സ്പെയർ എനിക്ക് അവർ തന്നായിരുന്നു. പഴയ സ്പെയർ അല്ല, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം എനിക്ക് തിരിച്ചു തന്നായിരുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് എനിക്ക് അവർ തന്നൊന്നുമില്ല. എനിവേ പക്ഷേ നല്ല സർവീസായിട്ട് അവർ ഈ സാധനം എല്ലാം മാറ്റി. പക്ഷേ ആദ്യം കൊടുത്ത 1,700 രൂപ എനിക്ക് വേസ്റ്റായിപ്പോയി. രണ്ടാമത് ഞാൻ വീണ്ടും ഏതാണ്ട് ഒരു 4,000 രൂപയാണോ 4,000 രൂപ അടുത്ത് എനിക്ക് വീണ്ടും 5,000 രൂപ അടുത്ത് എനിക്ക് വീണ്ടും മുടക്കായി. കാരണം ഈ യൂണിറ്റ് ഫുള്ള് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് കിട്ടിയ രണ്ടാമത്തെ പണി. അത് കഴിഞ്ഞിട്ട് വണ്ടി പെർഫെക്റ്റായി, ഒരു പ്രശ്നവുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ മൈലേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ വെച്ചാൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ടാങ്ക് ടു ടാങ്ക് അടിച്ചല്ല ചെക്ക് ചെയ്ത്,
റിസർവ് ആകുന്ന ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ തിരുവല്ലയിൽ നിന്ന് ഞാൻ ഈ വണ്ടിയുടെ പെട്രോളൊക്കെ അടിച്ചിട്ട് 500 രൂപയ്ക്കാണ് ഞാൻ അവിടുന്ന് പെട്രോൾ അടിച്ചത്. പക്ഷേ എന്ത് കാണിച്ചിട്ട് ഈ വണ്ടി പെട്രോൾ തീരുന്നില്ല. ഒന്ന് റിസർവ് ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയത്, കാരണം നല്ല മൈലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വണ്ടി റിസർവായി. പിന്നെ ഞാനത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 55 കിലോമീറ്റർ എനിക്ക് മൈലേജ് കിട്ടി. ഇതിനിടയ്ക്ക് ഞാൻ മൂവാറ്റുപുഴയിൽ നമ്മുടെ ഫിറോസിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞ് ബാറ്ററി കൊണ്ട് ഈ ഒരു ബാറ്ററി കടയിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കി. അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഈ ബാറ്ററി പോയതാണ്. അപ്പോൾ വീണ്ടും പുതിയ ബാറ്ററി വാങ്ങിച്ച് വെക്കേണ്ടി വന്നു. എന്താണെങ്കിലും ബാറ്ററി എനിക്ക് പുതിയതായിട്ട് വാങ്ങിച്ച് വെക്കേണ്ടി വന്നു. അപ്പോൾ ബാറ്ററിക്ക് ഏകദേശം ഒരു 1400 രൂപയോ 1500 രൂപ അങ്ങനെ ഒരു ചിലവ് ബാറ്ററിക്ക് വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഒരു പണിയും കൂടി എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ എനിക്ക് ഈ വണ്ടി നമ്മൾ മൂവാറ്റുപുഴയിൽ നമ്മൾ സർവീസ് ചെയ്തു. അവർ ഈ ബ്രേക്കിൻ്റെ പോർഷനൊക്കെ അവർ മാറ്റി വെച്ചു. വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടി. ഭയങ്കര ഹാപ്പി. പിന്നെ ഞാൻ ചെയ്ത വേറൊരു പണിയുണ്ട്, അത് കാണിച്ചു തരാം. ഈ വണ്ടിയിൽ ഒരു സാധനം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് മുട്ടം പണി കിട്ടി. അത് കാണിച്ചു തരാം, അവ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ വരുത്തി വെച്ച എനിക്ക് അടുത്ത് കിട്ടിയ പണി. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെല്ലാം കൂടി ടയറിന് 2200 രൂപയായി. അത് കൂടാണ്ട് എക്സ്ട്രാ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 8000 രൂപ എനിക്ക് മുടക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക് പല പ്രാവശ്യം മാറ്റി വെക്കേണ്ടി വന്നു, ബാറ്ററി മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ മാനസിക ബുദ്ധിമുട്ട് അവിടെ നിൽക്കട്ടെ, എങ്കിലും ഒരു 10,000 രൂപ എനിക്ക് എക്സ്ട്രാ മുടക്കായി. ടയറും കൂടെ കൂട്ടി ഒരു 10,000 രൂപ മുടക്കായി. അപ്പോൾ അത്രയും രൂപ എനിക്ക് ഈ പഴയ, ഇപ്പോൾ ഞാനിപ്പോൾ 70 രൂപയ്ക്കാണ് വണ്ടി എടുത്തിരിക്കുന്നത്. ഓൾറെഡി എനിക്കിപ്പോൾ 80 രൂപയായി. പിന്നെ ഇത് ഞാൻ വരുത്തി വെച്ച അടുത്ത് കിട്ടിയൊരു പണിയാണ് ഇറീഡിയം സ്പാർക്ക് പ്ലഗ്. അപ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഇറീഡിയം സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ 1-2 വീഡിയോ ഞാൻ എടുത്തിരുന്നു കേട്ടോ. ആദ്യത്തെ വീഡിയോ എടുത്തത് ആമസോണിൽ നിന്നായിരുന്നു. അന്നേരം ഞാനിത് വാങ്ങിച്ചത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു. ഞാനത് പബ്ലിഷ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇറീഡിയം സ്പാർക്ക് പ്ലഗ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 55 കിലോമീറ്റർ എനിക്ക് മൈലേജ് കിട്ടിയതാണ്. എൻ്റെ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞിട്ട് 40 കിലോമീറ്ററായി. അപ്പോൾ ഞാനിത് ഓർത്ത് ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ആമസോണിൽ നിന്ന് കറക്റ്റ് 8 ദിവസത്തിന് മുന്നേ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ റിട്ടേൺ കൊടുത്തു. അങ്ങനെ പൈസ വാങ്ങിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കുറഞ്ഞു പോയേ, ഇനിയിപ്പോൾ എന്താ പ്രശ്നം എനിക്ക്. അപ്പോൾ ഞാൻ ഓർത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം തന്നെയായിരിക്കും. പിന്നെ ആമസോണിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഇതിൻ്റെ കവർ ഭയങ്കരമായിട്ട് മുഷിഞ്ഞിരുന്ന ഒരു കവറാണ് എനിക്ക് കിട്ടിയത്. ഒരു ഫ്രഷ്നെസ്സും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതൊരു ജപ്പാൻ മെയ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന കവർ പോലെയല്ല എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ആരോ കളഞ്ഞ കവർ ഉപയോഗിച്ച പോലെ എനിക്ക് തോന്നിയത്. കാര്യം പറഞ്ഞാൽ NGKയുടെ പേജിൽ നിന്നൊക്കെ, ആമസോണിൻ്റെ പേജിൽ നിന്നൊക്കെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. എന്താണെങ്കിലും ഞാനത് റിട്ടേൺ കൊടുത്തു. അടുത്തത് ഞാൻ എങ്ങനെ ഒരു വീഡിയോ വഴിയായിട്ട് കേട്ട് LRL മോട്ടേഴ്സ് എറണാകുളം, അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ഈ രണ്ടാമത്തെ ഇറീഡിയം സ്പാർക്ക് പ്ലഗ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ തന്നെ. അപ്പോൾ അപ്പോഴേക്കും എനിക്കിത് എങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ 2 അറ്റവും കൂടെ നമുക്ക് ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 20 ഓമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഈ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിയുമ്പം ഇതൊരു 6 ഓമിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. പിന്നെ ഇതാ തന്നെയാണെങ്കിലും 1-2 നമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് സാധനമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്പറൊന്നും വരത്തില്ല എന്നാണ് പറയുക. അപ്പോൾ ഇത് ഒറിജിനൽ സാധനമാണ്. അടുത്ത വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലോങ് ട്രിപ്പ് ഒരു ഹൈ റേഞ്ചിലൊക്കെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഈ വണ്ടി മിസ്സിങ് മീൻസ് വണ്ടി റിസർവ് ആയില്ല തോന്നുവാണ്. അപ്പോൾ ഞാനോർത്ത് വണ്ടി റിസർവ് ആയി. മീറ്ററിൽ കാണിക്കുന്നത് പെട്രോൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത്, പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. മൂവാറ്റുപുഴയിൽ നിന്ന് ഫിറോസ് എനിക്കൊരു പ്ലഗ് മാറ്റി തന്നു. അതും NGKയുടെ തന്നെയാണ്, പക്ഷേ സാധാ പ്ലഗാണ്. അത് ഉപയോഗിച്ചപ്പോൾ യാതൊരു വിഷയമില്ല. അതിനാണ് എനിക്ക് നല്ല മൈലേജ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതെന്നാ സംഭവിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഇറീഡിയം സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു 2-3 കിലോമീറ്റർ മൈലേജ് കൂടും, അതുമാത്രമല്ല പുള്ളിങ് കൂടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചു വെച്ചത്. സാധാ സ്പാർക്ക് പ്ലഗിന് ഏകദേശം ഒരു 150 രൂപ ഉള്ളൂ. ഇറീഡിയം സ്പാർക്ക് പ്ലഗിന് 830 രൂപയാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പോൾ രണ്ടാമത് ഞാൻ LRL മോട്ടേഴ്സിൽ നിന്ന് ഇത് വാങ്ങിച്ചതിന്, LRL മോട്ടേഴ്സിന് സർവീസ് ഭയങ്കര മോശം കേട്ടോ. കാരണം നമ്മൾ ഓൺലൈനായിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്താൽ 10 ദിവസം എടുത്തു. അത് എറണാകുളത്ത് നിന്ന് തൊടുപുഴ എത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ ഈ സാധനം ഒരു കൊറിയറിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ തൊടുപുഴ എത്തും. എനിവേ ഒരു ബസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എത്തും. ഇനി അതല്ല, മാക്സിമം ഒരു 5 ദിവസമൊക്കെയാണ് നമുക്ക് ക്ഷമിക്കാം. പക്ഷേ 10 ദിവസം എടുത്തു. അതിന് മുന്നേ ഞാനിത് വിളിച്ച് പറഞ്ഞ് അന്നേരമാണ് അവർ നോക്കിയിട്ട് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ 90 സ്റ്റോക്ക് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്റ്റോക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ, 90 സ്റ്റോക്ക് ഞാൻ കണ്ടതാണല്ലോ, അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫേക്ക് സ്റ്റോക്കാണെന്ന് ചോദിച്ചാൽ അതിനവർക്ക് മറുപടി ഉണ്ടായില്ല. അപ്പോൾ എന്താണേലും അവർ 2-3 ദിവസത്തിനകം, പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം 2-3 ദിവസം കൂടി എടുത്തു. അങ്ങനെയാണ് എനിക്ക് സാധനം കിട്ടിയത്. ടോട്ടൽ എനിക്ക് 10 ദിവസം എടുത്ത് ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണേലും ഇത് നല്ല പ്രോഡക്റ്റാണെന്നാണ് എനിക്ക് തോന്നുക. അപ്പോൾ എനിക്ക് മൈലേജ് കുറഞ്ഞു പോയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ആദ്യമേ ഇതിൻ്റെ RPM വണ്ടി ട്യൂൺ ചെയ്തായിരുന്നു. ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഐഡിയൽ RPM കിടന്നത് ഏതാണ്ട് ഒരു 1200-1400 പക്ഷേ ഇപ്പോൾ ആ വണ്ടിയുടെ RPM കിടക്കുന്നത് 2000 അപ്പോൾ RPM കൂടിപ്പോയി. അത് മൈലേജ് കുറയാൻ ഒരു കാരണമാണ്. രണ്ടാമത്തെ കേസ്, വണ്ടിയുടെ ചെയിൻ ലൂസാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയാൻ ഓരോ കാരണങ്ങളാണ്.
അപ്പോൾ ഞാൻ ചെയിൻ ടൈറ്റ് ചെയ്തു, ട്യൂണിങ് ഞാൻ ഓക്കെ ആക്കി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് മാത്രമല്ല ആ സമയത്ത് എനിക്ക് എല്ലാം ചെറിയ ചെറിയ ഓട്ടങ്ങൾ, അതായത് 2 കിലോമീറ്റർ വരുന്ന ഓട്ടങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മൈലേജ് കുറവായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ ഞാനൊന്ന് വണ്ടി ഓടിച്ച് നോക്കി. അങ്ങനെ ഓടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ഏകദേശം ഒരു 45 കിലോമീറ്റർ 50 കിലോമീറ്റർ കഷ്ടിയൊക്കെ കിട്ടുന്നത്, ഒരിക്കലും 55ലേക്ക് വരുന്നില്ല. അതുമാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ഞാൻ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ മിസ്സിങ് കാണിച്ചു. പിന്നെ വണ്ടിക്ക് അപ്പോഴും മൈലേജ് കുറവായിരുന്നു. 47 കിലോമീറ്ററാണ് അന്നേരം ഈ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട്, അത് ലോങ് ട്രിപ്പ് ആയിരുന്നു. ഇറിഡിയം സ്പാർക്ക് പ്ലഗ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ മൈലേജ് കിട്ടിയത് 47 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പം നമ്മുടെ സാധാ സ്പാർക്ക് പ്ലഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചപ്പോൾ വീണ്ടും മൈലേജ് അല്പം കൂടെ കൂടാൻ തുടങ്ങി. ഇപ്പോൾ ലോക്കലോട്ടാണ് ഈ അടുത്തിടയ്ക്കെല്ലാം കൂടുതൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള പോലെയാണ്. പിന്നെ എനിക്ക് ആ പറഞ്ഞ മിസ്സിങ് കാണിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയാൻ മേല. ഈ സ്പാർക്ക് പ്ലഗ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്താണെങ്കിലും മൈലേജ് കിട്ടുന്നില്ല. അത് മാത്രമല്ല ഈ പറഞ്ഞ മിസ്സിങ്ങും കാണിക്കുന്നുണ്ട്. എന്താ വിഷയം എന്ന് എനിക്കറിയാൻ മേല. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ പഴയ സ്പാർക്ക് പ്ലഗ് വെച്ചാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ പണികൾ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ പണ്ട് ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ എല്ലാ ദിവസവും വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുണ്ടെന്ന് തോന്നുമായിരുന്നു. പക്ഷേ സ്കൂട്ടർ എടുത്ത ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് അങ്ങനെ വണ്ടി എടുത്ത് ദൂരേക്ക് പോകണമെന്ന് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ബൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും പോകാൻ തോന്നുകയാണ്. നമുക്ക് ഓരോ ലോങ് ട്രിപ്പൊക്കെ നമുക്ക് എടുക്കാൻ തോന്നുകയാണ്. ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ വണ്ടിയിൽ അല്പം ലോങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സീറ്റിങ്ങിനോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ശരീരഭാഗത്തിന് ഇച്ചിരി മരപ്പ് തോന്നി. പക്ഷെ ഒരിക്കലും നടുവിനോ കഴുത്തിനോ കൈക്കോ ഒന്നും അങ്ങനെ മരപ്പ് തോന്നിയില്ല. അപ്പം അങ്ങനെ മരപ്പ് തോന്നി. അപ്പം ഞാൻ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സസ്പെൻഷൻ പോയതാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്യാം, എല്ലാ ബൈക്കിൻ്റെയും സസ്പെൻഷൻ സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് വ്യത്യാസം നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അപ്പോൾ പ്രീ ലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ യൂണിക്കോണിനെ സംബന്ധിച്ച് അതിൻ്റെ താഴെ ഈ മോണോ ഷോക്കിൽ 2-3 ഹോളുണ്ട്. ആ ഹോള് വലത്തേക്ക് ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സോഫ്റ്റ് ആവും, സസ്പെൻഷൻ സോഫ്റ്റ് ആവും. അത് നേരെ തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഹാർഡാവും, അതിൻ്റെ സസ്പെൻഷൻ ഹാർഡാവും. ഇപ്പോൾ ഞാൻ പണ്ട് ഈ യൂണിക്കോൺ ഓടിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സസ്പെൻഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഇതുപോലെ സോഫ്റ്റിലേക്ക് ആക്കി വെച്ചു. ഇപ്പോൾ കട്ടറിൽ കൂടെ പോകാനാണ് നമുക്കിഷ്ടം. നല്ല റോട്ടിൽ കൂടെ പോകുന്നതിലും കട്ടറിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക സുഖമാണ്. ഒരു സ്പ്രിങ് ആക്ഷൻ ഇങ്ങനെ കുനിയും പോകാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഈ വണ്ടിയുടെ ഗിയർ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഗിയർ സ്ലിപ്പാവുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആകെയുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും താഴെ ഫസ്റ്റ്, തൊട്ട് മുകളിൽ ന്യൂട്രൽ, അത് കഴിഞ്ഞ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെയാണ് പോവുക. നമ്മൾ ഈ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് വണ്ടി ഒന്ന് അനക്കാൻ നേരത്ത് ഇത് എന്ത് ചെയ്താൽ ന്യൂട്രലിലേക്ക് വീഴിയില്ല. പക്ഷേ റൈഡിങ്ങിൽ ഒരാവശ്യമില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ന്യൂട്രലിലേക്ക് വീണോളും. അത് നമ്മളിപ്പോൾ ഒരു കയറ്റം കയറുക, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ഗിയറിൽ പോകാൻ വെച്ചാൽ നമുക്ക് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ വണ്ടി വലിക്കുകയില്ല, ഉടനെ ഫസ്റ്റ് ഇടണം. ഈ വണ്ടി ഗിയർ ഇടുമ്പം നേരെ ന്യൂട്രലിലേക്ക് വീണോളും. എത്ര പ്രാവശ്യം പോലെ പണി കിട്ടിയിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള കയറ്റത്തിങ്കിയാണ് വണ്ടി. നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി പോകുമില്ല, വണ്ടി നേരെ റിവേഴ്സ് വരും. ചാടി വേഗം ഒന്നുകൂടെ ചവിട്ടി നമ്മൾ ഫസ്റ്റിലേക്ക് ഇടേണ്ടി വരും. അതേപോലെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ എടുക്കുക. ഫസ്റ്റ് ഗിയറിൽ എടുത്ത് നമ്മൾ ചില വണ്ടി ഓൾറെഡി നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഫസ്റ്റിൽ നിന്ന് നേരെ ഗിയർ അപ്പ് ചെയ്ത് നമ്മൾ നേരെ സെക്കൻഡിലേക്ക് ഇടുന്ന കണ്ടീഷനിൽ കൈ കൊടുത്തെടുക്കുക. ഒരു കാരണവശാലും ഈ വണ്ടി സെക്കൻഡിലേക്ക് പോകില്ല, കറക്റ്റായിട്ട് ന്യൂട്രലിലേക്ക് പോകുന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞതുപോലെ വണ്ടി നമ്മൾ ഉന്തി തള്ളി എങ്ങോട്ടെങ്കിലും മാറ്റുന്ന സമയത്തോ ഒന്ന് ന്യൂട്രലിലേക്ക് ഇടണമെങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഒരാവശ്യമില്ലെങ്കിൽ വണ്ടി കറക്റ്റായിട്ട് ന്യൂട്രലിലേക്ക് വന്നോളും. ഇതാണ് എനിക്ക് ആകെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ 5 ഗിയറുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടറിന് ഗിയറില്ലാത്ത സ്കൂട്ടറിന് ഈ ബൈക്കിലേക്ക് വന്നപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഏത് ഗിയറിലാണ് ഓടുന്നതെന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ഗിയറും അത്യാവശ്യം നല്ല ടോർക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. 5ാമത്തെ ഗിയറിൽ നമ്മൾ പോകുമ്പോഴും ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെ നമുക്ക് സ്പീഡ് കുറച്ച് നമുക്ക് ഓടിക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 30ലേക്ക് എത്തുമ്പോഴേക്കാണ് ഈ ജോയിൻ്റൊക്കെ ഇരിക്കാൻ തോന്നുക. അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ ഒരു ഹാഫ് ക്ലച്ച് പതുക്കെ ഒന്ന് കൊടുത്തിട്ട് പതുക്കെ കൈ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കയറി വരാം. അപ്പോൾ കൂടുതലും നമുക്ക് ഏത് കണ്ടീഷൻ നമുക്ക് ടോപ്പ് ഗിയറിൽ തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ക്ലച്ച് ഇടയ്ക്കൊന്ന് താങ്ങി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 177 mm അങ്ങാണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇരിക്കുന്നത് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് സൈഡ് സ്റ്റാൻഡ് എപ്പോഴും കല്ലിലൊക്കെ തട്ടാൻ സാധ്യത. എനിക്കിതുവരെ അങ്ങനെ തട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്കായിട്ട് പറഞ്ഞു. എനിവേ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ ഈ സൈഡ് സ്റ്റാൻഡിന് ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈഡ് സ്റ്റാൻഡിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഇച്ചിരി ചെളിയുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വണ്ടി തന്നെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്.
വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ സൈഡ് സ്റ്റാൻഡ് വെക്കുമ്പോൾ നല്ല ഉറപ്പുള്ള മണ്ണിൽ മാത്രമേ സൈഡ് സ്റ്റാൻഡ് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് വെക്കണം. അതൊരു ടാസ്ക്കാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള വെക്കാൻ പറ്റിയൊരു സ്ഥലം കാണത്തില്ല. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ യൂണിക്കോൺ ഓടിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ടോപ്പിൽ പോകുന്ന ഒരു വണ്ടി അന്നേരം നമുക്ക് വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫോർത്ത് ഗിയറിൽ കിടക്കുന്ന വണ്ടി നേരെ നമ്മൾ തേർഡിലേക്ക് ഇടും. ഈ വണ്ടി വലിക്കുകയില്ല. വണ്ടി ഇങ്ങനെ സ്പീഡ് കുറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ സെക്കൻഡിലേക്ക് കൊടുക്കും. സെക്കൻഡിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ ഓവർ പവർ വരുന്നത്. അങ്ങനെ ഒരു ലാഗ് ഈ ഗിയറിന് പലപ്പോഴും എനിക്ക് അന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് പഴയ യൂണിക്കോണിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ഏത് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാലും അപ്പോൾ അതിൻ്റേതായ പെർഫോമൻസ് കാണിക്കുക. പക്ഷേ എന്നോർത്തുകൊണ്ട് ഇത് ഹൈ പെർഫോമൻസോ അല്ലെങ്കിൽ അങ്ങനെ വണ്ടി പോകുന്നൊന്നും ചിന്തിക്കരുത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു 60 കിലോമീറ്ററൊക്കെ പക്കയാണ്. 60 കഴിഞ്ഞിട്ട് 80ലേക്കൊക്കെ എത്താൻ വേണ്ടി ഇച്ചിരി പാടുണ്ട്. എന്നാൽ വണ്ടി കയറും, പക്ഷെ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും വണ്ടി ഇച്ചിരി വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യും. 80-ന് 100ലേക്കൊക്കെ എത്താം. ഞാൻ 90 വരെ അങ്ങോട്ടൊക്കെ എത്തിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയും കണ്ടില്ല. ഇപ്പം എന്നാലും അത്രയും സ്പീഡിൽ പോകാനുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷെ നമുക്ക് രണ്ടുപേരെയും വെച്ചുകൊണ്ട് അത്യാവശ്യം ഏത് വണ്ടീനൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. ഇതിനപ്പുറത്തേക്കൊരു സ്പീഡിലേക്ക് അതല്ലെങ്കിൽ 90-ന് മുകളിലേക്ക് ഒരു സ്പീഡിലേക്ക് പോകാനുള്ള യാതൊരുവിധ കോൺഫിഡൻറ്റും അല്ലെങ്കിൽ ഈ വണ്ടി പോകും ഒരു പക്ഷേ ഒരു 100 എത്തുമായിരിക്കും. പക്ഷേ അതിൻ്റെ മാക്സിമം. പക്ഷേ അങ്ങനെ ഉള്ള ഒരു സ്പീഡിന് വേണ്ടിയിട്ട് ആരും ഈ വണ്ടി എടുക്കരുത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് എടുക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി അല്ലല്ലോ ആരും ബുള്ളറ്റ് എടുക്കുന്നത്. ബുള്ളറ്റ് എടുക്കുന്നത് ഒരു കംഫർട്ട്, ഈ ഓടിക്കുന്ന ആളുടെ ഒരു കംഫർട്ട്, കാഴ്ചയൊക്കെ കണ്ട് അത് ശരിക്കും നമുക്ക് ഈ നല്ല യാത്രാസുഖം, ഇതൊക്കെയാണ് ബുള്ളറ്റിൻ്റെ. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഒപ്പം ഒരിക്കലും ഈ വണ്ടി എത്തത്തില്ല. എങ്കിൽ പോലും നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നമുക്ക് പോകാം. അതാണ് നമുക്ക് യൂണിക്കോണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ വണ്ടിയൊക്കെ എടുത്ത് ഒരു ദിവസം നമുക്ക് ലോങ് ഒക്കെ പോകാൻ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം അവിടെ ഭയങ്കര വെയിലാണ്. ഞാൻ ആദ്യം അവിടെ വെച്ച സമയത്ത് അവിടെ വെയിലില്ലായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെ മരം വെട്ടാണ്, ഭയങ്കര ബഹളം. അതങ്ങനെ അപ്പോൾ ഓരോ മരം വെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യുക. അപ്പം നിലവിലെ ഒരു 20 പ്രാവശ്യം അല്ല ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്തിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. ഇനിയും നമ്മൾ വൈകി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് വൈകി പോകുമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കഷ്ടപ്പാടിനൊക്കെ നിങ്ങൾ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് കിട്ടണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ.